ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. നിലമ്പൂർ ജോയിന്റ് RTO ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധനയ്ക്കിടെ പുറത്തേക്ക് എറിഞ്ഞ 49,500 രൂപ വിജിലൻസ് കണ്ടെടുത്തു. ഒരു ഏജന്റിൽ നിന്ന് 5,000 രൂപയും പിടിച്ചെടുത്തു. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിജിലൻസ് റെയ്ഡ് വരുന്നത്? എന്താണ് വിശദാംശം? സംസ്ഥാന വ്യാപകമായി വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട് ഈ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏറെ പരാതികൾ ഉയർന്നു നിൽക്കുന്ന ഒരു ജോയിന്റ് RTO ഓഫീസാണ് നിലമ്പൂർ ജോയിന്റ് RTO ഓഫീസ്. അതാണ് അവിടെ ഇന്ന് വളരെ വേഗത്തിൽ ഒരു പരിശോധനയ്ക്ക് മലപ്പുറത്തെ വിജിലൻസ് തയ്യാറായത്. അവർ ഒരു വൈകിട്ട് 4:30 മണിക്കാണ് എത്തിയത്. വിജിലൻസ് ഓഫീസിനകത്ത് കയറി പരിശോധന നടത്തുന്നതിനിടെയാണ് ആരോ ഇത്രയും പണം 49,500 രൂപ 500 രൂപയുടെ നോട്ടുകെട്ടാണ് അത് പുറത്തേക്ക് എറിഞ്ഞത്. പുറത്ത് ചെടികൾക്കിടയിലേക്കാണ് ഇത് എറിഞ്ഞത്. അതും വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരു ഏജന്റും ഈ RTO ഓഫീസിലുണ്ടായിരുന്നു. അയാളെ പരിശോധിച്ചപ്പോൾ അയാളിൽ നിന്ന് 5,000 രൂപയോളം അയാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഏജന്റുമാർ മുഖേനയും അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർ മുഖേനയും എല്ലാമാണ് ഇത്തരം പണപ്പിരിവ് നടത്തുന്നത്. ജോയിന്റ് RTOന്റെ RTO ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എന്നാണ് പരാതി ഉയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ ഈ വിജിലൻസ് പരിശോധന നടത്തിയത്. എന്തായാലും പരിശോധനയിൽ ഇത് ആരാണ് പുറത്തേക്ക് എറിഞ്ഞത് എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വിജിലൻസിന് പരാതികൾ നിരവധി ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും അത്തരം കാര്യങ്ങൾ ഇത് ഏത് രീതിയിലാണ് ഇത്തരം പണം പുറത്തേക്ക് വന്നത് എന്നുള്ളത് വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് വിജിലൻസിന്റെയും തീരുമാനം. രജീഷ്, ശാന്തകുമാർ, കൺമുന്നിൽ തെളിവ് കിടക്കുകയാണ്. ഇനി എന്തായാലും ഇതിൽ കൂടുതൽ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും. കാരണം ഒരു സർക്കാർ ഓഫീസിനകത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ഓഫീസിന്റെ അകത്തു നിന്നാണ് ഇത്രയും വലിയ തുക പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് കൃത്യമായും കൈക്കൂലി പണമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് ഓഫീസിനകത്ത് നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏതാനും ചില ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എറിഞ്ഞു തന്നെയാണ് കരുതുന്നത്. പക്ഷെ ഇത് ആരാണെന്ന് നേരിട്ട് കണ്ടുപിടിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് വരും ദിവസങ്ങളില്ല തുടർ അന്വേഷണത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിജിലൻസും കരുതുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വിജിലൻസും ഉള്ളത്. രജീഷ്.